ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ, ദൃശ്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇന്ത്യ ഞെട്ടിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ തൃശൂലം എന്നുള്ള ഒരു അടിക്കുറിപ്പോട് പുതിയ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നാവിക കരുത്തിൻ്റെ തൃശൂലം എന്നൊക്കെ പറയുമ്പോൾ അലകൾക്ക് മീതെ, അലകൾക്ക് താഴെ, അലകൾക്ക് കുറുകെ എന്ന് പറഞ്ഞാൽ തിരമാലകൾക്ക് മുകളിലായിട്ട്, തിരമാലകൾക്ക് താഴെയായിട്ട്, തിരമാലകൾക്ക് കുറുകെയായിട്ട് നമ്മുടെ ആയുധ പോർമുനകൾ ഇങ്ങനെ മിനുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ സമുദ്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിലകൊള്ളുന്നു. തൊട്ടടുത്തായിട്ട് ഒരു അന്തർവാഹിനി ഏതാണ്ട് കുറച്ച് ഭാഗം മുകളിൽ കാണുന്ന രീതിയിൽ നിൽക്കുന്നു. അതിന് പാരലായിട്ട് ഒരു ആധുനിക ഹെലികോപ്റ്റർ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഞങ്ങളുടെ യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനി, അതും സ്കോർപ്പിയൻ അന്തർവാഹിനിയുടെ ചിത്രമാണുള്ളത്, ഒപ്പം ഹെലികോപ്റ്റർ, ഇതെല്ലാം തന്നെ കടലിൽ സുസജ്ജമാണ് എന്ന് പറഞ്ഞാൽ അറബിക്കടലിൽ കുറച്ച് നാളായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നാവിക പരിശീലനമൊക്കെ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ മിസൈലുകളും വിക്ഷേപിക്കുന്നു. ദീർഘദൂര മിസൈലുകൾ നമ്മൾ വിക്ഷേപിച്ചു. INS സൂറത്തിൽ നിന്ന് ഹ്രസ്വദൂര മിസൈൽ വിക്ഷേപിച്ചു. ഇതിന് ശേഷമാണ് നമ്മളുടെ ഒരു യുദ്ധക്കപ്പലിനെയും അതുപോലെ തന്നെ അന്തർവാഹിനിയെയും ഹെലികോപ്റ്ററിനെയും, ഇത് മൂന്നും നമ്മുടെ നാവിക കരുത്തിൻ്റെ അടയാളമാണ്, നാവിക കരുത്തിൻ്റെ തൃശൂലമാണ്. പാകിസ്ഥാന് കൃത്യമായ മെസ്സേജ് നൽകി. തൊട്ട് മുമ്പ് ഏതാനും ദിവസം മുമ്പാണ് 5 യുദ്ധക്കപ്പലുകൾ നിരത്തി നിർത്തിക്കൊണ്ട് ഏത് ലക്ഷ്യവും അപ്രാപ്യമല്ല, നമ്മളുടെ കയ്യിൽ സമയം കുറച്ചേ ഉള്ളൂ, ലക്ഷ്യം വലുതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള അടിക്കുറിപ്പ് വന്നത്. അപ്പം ഈ നാവിക മേഖലയിൽ നിന്നുള്ള അറ്റാക്ക് ഏത് നിമിഷവും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഈ ക്വാഡ് സഖ്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ഇന്ത്യ കൂട്ടുകെട്ട് നാവിക മേഖലയിൽ വൻ ശക്തിയാണ്. ഓസ്ട്രേലിയക്ക് നാവിക മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്നുണ്ട്, ജപ്പാനുമുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ത്യയും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ കടലിലെ മുന്നേറ്റം പാകിസ്ഥാനെ എല്ലായ്പ്പോഴും പേടിപ്പിക്കും. അതായത് കടൽ ആര് അടക്കി വാഴുന്നോ അവർ കര ഭരിക്കും എന്നൊരു ചൊല്ലുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കടലോര മേഖലയിൽ, സമുദ്ര മേഖലയിലുള്ള നമ്മളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ മറ്റൊരു നീക്കം ഇന്ത്യ നടത്തിയത്, പാകിസ്ഥാനിലെ ഒരു കപ്പലിനും ഇനി ഇന്ത്യൻ തുറമുഖത്തേക്ക് അടുക്കാനുള്ള അനുമതിയില്ല, അനുമതി പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1985 411 പ്രകാരമാണ് ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇനി പാകിസ്ഥാന്റെ പതാകയുമായി വരുന്ന ഒരു കപ്പലിന് പോലും ഇന്ത്യയുടെ തുറമുഖത്തേക്ക് അടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ചരക്ക് ഗതാഗതത്തെ ഏറെ ആശ്രയിക്കുന്ന പാകിസ്ഥാനും മറ്റൊരടി നമ്മൾ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യൻ ഷിപ്പുകൾക്കും നിർദ്ദേശം കൊടുത്തു, നമ്മുടെ കപ്പലുകൾ ഒരു കാരണവശാലും ഇനി പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പോകരുത്. അപ്പം ഒരു ഷോക്ക് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ കൊടുക്കുന്നു. ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു, പാകിസ്ഥാനുമായിട്ടുള്ള തപാൽ ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നു. അവിടേക്ക് കത്തുകളോ പാഴ്സലുകളോ ഒന്നും വ്യോമമാർഗമോ അല്ലെങ്കിൽ ഈ നാവിക മാർഗമോ ഒന്നും കൊണ്ടുപോകാൻ ഇനി നമ്മൾ അനുവദിക്കുന്നില്ല. അതിന് പൂർണ്ണമായ നിരോധനം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ വ്യോമ മേഖല ഞങ്ങൾ അടച്ചുവെന്നും ഇതുമൂലം നിങ്ങളേറെ പ്രതിസന്ധിയിലാകുമെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനിലെ ഒരു മന്ത്രി തന്നെ രംഗത്ത് വന്നിരുന്നു. നമ്മളും തിരിച്ചു പറഞ്ഞു, നമ്മളും വ്യോമപാത അടച്ചു. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും ഒക്കെ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഏതാണ്ട് 1-1.25 മണിക്കൂർ അധികം ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് സമയം. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെ വിമാന കമ്പനികളെല്ലാം തന്നെ പാകിസ്ഥാനിലെ വ്യോമപാത അങ്ങ് ഒഴിവാക്കി. എന്നിട്ടാണ് ഇന്ത്യയിലേക്കും മറ്റും വരുന്നത്. അപ്പോൾ ഇതാരും പറഞ്ഞിട്ടല്ല, ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുമല്ല. ഇതോടുകൂടി $60 കോടി നഷ്ടം ഈ പാകിസ്ഥാൻ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും തിരിച്ചടി നൽകുന്നു. ഇപ്പോൾ അവരുടെ ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന അവിടുത്തെ പ്രതിരോധ മന്ത്രി, നമുക്കറിയാലോ, നേരത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതായത് തീവ്രവാദത്തെ ഞങ്ങളാണ് വളർത്തുന്നത്, ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി തീവ്രവാദം വളർത്തിയിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വളർച്ച മുരടിപ്പിച്ചത് ഈ തീവ്രവാദത്തിൻ്റെ ഫാക്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ ഇതേ ഖ്വാജ ആസിഫ് ഇപ്പോൾ വീണ്ടും അടുത്ത പ്രകോപനമായിട്ട് വന്നിരിക്കുന്നു. അതായത് സിന്ധു നദിയിലെ ഈ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്നത് മരവിപ്പിച്ച ഈ നടപടി ഇന്ത്യ പിൻവലിക്കണം. ഇന്ത്യ പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ ആക്രമണവുമായിട്ട് രംഗത്ത് വരും. അതായത് ഈ സിന്ധു നദിയിലെ വെള്ളം സംഭരിക്കാൻ വേണ്ടി നമ്മൾ ഡാം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഓരോ ഇഷ്ടികയും ഞങ്ങൾ തകർക്കും. നമ്മൾ ഓൾറെഡി ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തിക്കഴിഞ്ഞു, അങ്ങോട്ടേക്കുള്ള ജലത്തിൻ്റെ പ്രവാഹം കുറച്ചു. അതുകൊണ്ടാണ് പഞ്ചാബ് ഉൾപ്പെടെയുള്ള പ്രവിശ്യയിലൊക്കെ കാർഷിക മേഖല വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു തുടങ്ങിയത്. എന്തിന്? കുടിവെള്ളത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും പോലും അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരിട്ട് രക്തം ചൊരിയുന്ന തരത്തിലുള്ള ഒരു യുദ്ധം നമ്മൾ നടത്താതെ
സൈഡിലൂടെയൊക്കെ നമ്മൾ യുദ്ധം നടത്താന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ചില പ്രവണതകളുമായി നമ്മൾ നീങ്ങുന്നു. അപ്പോഴാണ് പാകിസ്ഥാൻ അവരുടെ ഹാമർ എക്സസൈസുമായിട്ട് രംഗത്ത് വന്നത്. ഞങ്ങൾ വെറുതെ ഇരിക്കുകയൊന്നുമല്ല, ഞങ്ങളും നിങ്ങൾക്ക് പണി തരാൻ പോകുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള അബ്ദലി വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്ന മിസൈൽ അവർ പരീക്ഷിച്ചു. അപ്പോൾ നമ്മളുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളും ഇതൊക്കെ പരീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഹാമർ എക്സസൈസ് നേരിട്ട് വീക്ഷിക്കാനായിട്ട് പാക് സൈനിക മേധാവി അസിം മുനീർ നേരിട്ടെത്തി. എന്നിട്ട് അവിടുത്തെ സൈനികർക്ക് വലിയ ആത്മവിശ്വാസം കൊടുത്തു. എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രപരമായ ഒരു ഇടപെടൽ നടത്തുകയും അവരുടെ പ്രൊഫഷണലിസത്തെയും യുദ്ധത്തോടുള്ള സമീപനത്തെയും ഒക്കെ ഉദ്ദീപിപ്പിക്കാനുള്ള നടപടികളും ചെയ്തു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറയുന്നത്, ഞങ്ങളും വെറുതെ ഇരിക്കുകയല്ല, ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ മറ്റൊരു വശത്ത് ഇപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, അവിടെയാണ് ഇന്ത്യ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നതെന്ന് പാക് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ തന്നെ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് POKയിലെ പ്രധാനമന്ത്രിയായ ചൗധരി അബ്ദുൾ ഹക്ക് അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട് നിർദ്ദേശം നൽകി 2 മാസത്തേക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങളും അവശ്യ വസ്തുക്കളും ഒക്കെ നമ്മൾ വാങ്ങിച്ച് സംഭരിച്ച് സൂക്ഷിക്കണം. ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ കാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ട് നമ്മൾ പ്രവർത്തിക്കണം. മാത്രമല്ല അവിടുത്തെ തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ, തീവ്രവാദികളെ ഒളിപ്പിച്ച സ്ഥലങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തുമെന്നും ഇസ്രയേലിൻ്റെയും ഇന്ത്യയുടെയും ചാര ഉപഗ്രഹങ്ങൾ ഈ മേഖലകളെല്ലാം തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയെന്നുള്ള വിവരവും ISIക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളെയൊക്കെ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇന്ത്യ അതിർത്തിയിൽ ചില വിന്യാസങ്ങൾ നടത്തുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഇപ്പോൾ ഇലക്ട്രോണിക് വാർഫീൽഡ് എന്ന് പറയുന്ന മേഖലയിലേക്ക് നമ്മൾ കടന്നു കയറുകയാണ്. അതായത് അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ, ഇസ്രയേലിൻ്റെ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ റേഡിയോ ജാമറുകൾ, GPS ജാമറുകളൊക്കെ അതിർത്തി മേഖലയിൽ വിന്യസിച്ചു. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ വ്യോമ മേഖലയ്ക്ക് ഇപ്പുറത്തേക്ക് വിമാനങ്ങൾ വരാനോ അല്ലെങ്കിൽ അതിനടുത്തേക്ക് വരാനോ ശ്രമിച്ചാൽ അവരുടെ റേഡിയോ സിഗ്നൽസ് മുഴുവൻ നമ്മൾ ഡൈവേർട്ട് ചെയ്യും. അവർക്ക് ഇതൊന്നും കേൾക്കാൻ കഴിയത്തില്ല. അപ്പം ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജിയൊക്കെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നു. അവരുടെ സിഗ്നൽ സംവിധാനത്തെ നമ്മൾ തകരാറിലാക്കുന്നു. ഇതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അപ്പം അസീം മുനീർ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നയിക്കാം, തൻ്റെ പട്ടാള അട്ടിമറി എന്ന സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ട് അയാൾ നീങ്ങുന്നു. ഇതിനിടയിലാണ് നവാസ് ഷെരീഫ് നൽകിയ ഉപദേശം അനുസരിച്ച് ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന സഹോദരൻ പതിയെ പിന്മാറി നിൽക്കുന്നത്. കാരണം 3 തവണ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിന് പാകിസ്ഥാനെക്കുറിച്ച്, ISIയെക്കുറിച്ച്, പാക് ആർമിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് ഷഹബാസ് ഷെരീഫിനോട് പറഞ്ഞു, ഈ അസിം മുനീറിൻ്റെ കളി വളരെ കൃത്യമായി സൂക്ഷിക്കണം. അയാളുടെ ലക്ഷ്യം പാകിസ്ഥാനിലെ പണം തട്ടിയെടുക്കുക അല്ലെങ്കിൽ കൊള്ളയടിക്കുക, ഒപ്പം അവിടുത്തെ ഭരണാധികാരിയായി മാറുക, പർവേസ് മുഷറഫൊക്കെ ചെയ്തതുപോലെ. അതുകൊണ്ട് തന്നെ ഷഹബാസ് ഷെരീഫ് പറയുന്നു, ഈ അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയാണ് പ്രോബ്ലങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്, നിങ്ങൾ തന്നെ അത് പരിഹരിച്ചോളൂ, എന്നിട്ട് എനിക്ക് അസുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആശുപത്രിയിൽ നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. എങ്കിലും പാക് ആർമിയോട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, നമ്മൾ എന്ത് വന്നാലും ഇന്ത്യയെ നേരിടണം. ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതേ നാണയത്തിൽ വേഗത്തിൽ ദൃഢതയോടെ നമുക്ക് തിരിച്ചടിക്കാം, അതിനുള്ള കഴിവ് നമുക്കുണ്ട്. ഇപ്പം മറ്റൊരു വിവരം ഇന്ത്യ പുറത്തുവിട്ടത്, NIA ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ശേഖരിച്ചു. അതായത് ഡിജിറ്റൽ തെളിവുകൾ, അത് ലോകത്തിന് മുന്നിൽ നമ്മൾ വെക്കുന്നുണ്ട്. ഈ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകളെ പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത് വിട്ടതാണ് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് നൽകുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഹാഫിസ് സെയ്ദുണ്ട്, അതുപോലെ തന്നെ അവരുടെ പാക് ആർമിയുടെ തലവനായിട്ടുള്ള അസിം മുനീറുണ്ട്. ഇതൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ അസിം മുനീറിന് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് അവിടുത്തെ തന്നെ ഒരു മുൻ പട്ടാള ഉദ്യോഗസ്ഥനും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ കരമേഖലയിലുള്ള നീക്കവും നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തു വരുന്നുണ്ട്. അതായത് ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തിയിലൊക്കെ തന്നെ കൃത്യമായ നിരീക്ഷണം നടത്തുന്നു. അവിടെ ശക്തമായ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ നുഴഞ്ഞു കയറാനോ മറ്റോ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ഡിറ്റക്ഷൻ മെഷീൻ ഉൾപ്പെടെ നമ്മളവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, റഡാറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ പാക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഡ്രോണുകളാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റി ഡ്രോൺ സിസ്റ്റം നമ്മുടെ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ നമ്മൾ വിന്യസിച്ചു. അപ്പം ഇലക്ട്രോണിക് യുദ്ധമേഖലയിൽ നമ്മൾ ഏറെ മുന്നിലാണ്. ഇപ്പോൾ DRDOയും ആർമിയും തമ്മിൽ വികസിപ്പിച്ചെടുത്ത സംയുക്ത എന്ന് പറയുന്ന ഒരു മൊബൈൽ ഇലക്ട്രോണിക്സ് സംവിധാനമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ വിമാനങ്ങളുടെയൊക്കെ വരവ് അല്ലെങ്കിൽ അവയുടെ സാന്നിധ്യമൊക്കെ കൺട്രോൾ ചെയ്യാനും അതിനെതിരെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ സംയുക്തയെ നമ്മൾ ഇവിടേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റത്തെ ഉൾപ്പെടെ തകർക്കുന്ന നടപടികൾ ഇന്ത്യ ആരംഭിച്ചു.
അത് പാകിസ്ഥാന് വലിയ ഞെട്ടലുണ്ടാക്കി. ഇത്തരത്തിലുള്ള നീക്കം ഇന്ത്യ നടത്തുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്ത്യ ഇതുവരെ നേരിട്ട് ഒരു യുദ്ധം ചെയ്യാതെ ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ ചെയ്യുന്നത് പാകിസ്ഥാനെ വൻതോതിൽ ഞെട്ടിക്കുന്നു, അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഒരു രാജ്യം തങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ പാകിസ്ഥാന് പറ്റും. പക്ഷേ ആക്രമിക്കും എന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു, ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ, ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയൊക്കെ തന്നെ കടുത്ത രീതിയിൽ ഞങ്ങൾ ശിക്ഷിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ആ അറ്റാക്ക് എങ്ങനെയാണ്, അത് ഏത് രീതിയിലാകും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരവുമില്ല. മാത്രമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ഉൾപ്പെടെ യൂട്യൂബ് ചാനലുകളെല്ലാം നിരോധിച്ചുകൊണ്ട് നമ്മുടെ വിവരങ്ങൾ ഒരു കാരണവശാലും മറ്റ് മേഖലകളിലേക്ക് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള നിയന്ത്രണമെല്ലാം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട്. ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയിലൂടെ പാക് സൈനികർ ഈ തീവ്രവാദികളായിട്ട് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെയും ശക്തമായ നിയന്ത്രണം, അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെ റോന്ത് ചുറ്റൽ ഇതെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇന്ത്യൻ അതിർത്തിയിലെ ജനങ്ങളോടും സുരക്ഷിതരായിരിക്കാൻ ആർമി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി അവിടെ ബങ്കറുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. നമ്മളും കുറച്ച് ഭക്ഷ്യവസ്തുക്കളൊക്കെ വാങ്ങി ശേഖരിക്കുന്നുണ്ട്. എന്തായാലും യുദ്ധം ആസന്നമായി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ നാവിക മേഖലയിൽ നിന്നുള്ള ആക്രമണമാണ് എപ്പോൾ വേണമെങ്കിലും അവിടെ സംഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നാവിക ശക്തിയുടെ തൃശൂലം എന്ന രീതിയിൽ അലകൾക്ക് മേലെ, അലകൾക്ക് താഴെ, അലകൾക്ക് പാരലായിട്ട്, അതായത് കുറുകെ എന്നൊക്കെയുള്ള അടിക്കുറിപ്പോടെ നമ്മൾ ചിത്രങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കോർപ്പിയൻ അന്തർവാഹിനി, ഒരു INSൻ്റെ ഒരു യുദ്ധക്കപ്പൽ, ഒപ്പം ഹെലികോപ്റ്റർ, ഇത് മൂന്നും കൂടെ ഒരു ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ചിത്രം ഔദ്യോഗികമായി എക്സിൽ തന്നെ നമ്മൾ പങ്കുവച്ചു. അപ്പോൾ നമ്മുടെ ഭരണകൂടത്തിൻ്റെ പൂർണ്ണ അറിവോടെയാണ് ഇത് ചെയ്യുന്നത്. ഹ്രസ്വദൂര ദീർഘദൂര മിസൈലുകളെല്ലാം തന്നെ നമ്മൾ പരീക്ഷിച്ചു. ബ്രഹ്മോസ് എന്ന് പറയുന്ന അത്യന്താധുനിക നമ്മുടെ മിസൈലുണ്ട്. ഇത് നമുക്ക് കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നും ഒക്കെ തന്നെ വിക്ഷേപിക്കാൻ കഴിയുന്നതാണ്. ആ രീതിയിലുള്ള മുന്നേറ്റവും നമ്മൾ നടത്തുന്നുണ്ട്. റഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ തയ്യാറായിരിക്കുന്നു. റഷ്യൻ സഹായത്തോടെ കിട്ടിയ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനവും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആക്രമണം കരയിൽ നിന്നാണോ കടലിൽ നിന്നാണോ ഇനി ആകാശത്ത് നിന്നാണോ എന്നുള്ള ആകാംക്ഷയിലാണ് പാകിസ്ഥാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.